ഹായ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം 21-22 തീയതി ഗോവയിൽ ഒരു ഡോഗ് ഷോ നടക്കുന്നുണ്ടെന്ന്. നമ്മുടെ ചെന്നൈ ഡോഗ് ഷോ നടന്നതുപോലെ ഒരു ഗംഭീര ഡോഗ് ഷോ നടക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു ഡോഗ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഗോവയിലേക്ക് പോകുന്നുണ്ട്. ട്രിവാൻഡ്രം ടു നിസാമുദ്ദീൻ വരെ പോകുന്ന ഈ ഒരു ട്രെയിനിലാണ് നമ്മുടെ യാത്ര. 3:40 നമ്മുടെ കൊല്ലത്ത് നിന്ന് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് ബസ്സിന് പോകാനായിട്ടാണ് പ്ലാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കംഫർട്ട് സോണൊക്കെ വിട്ടിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് മാറി ഒന്ന് ട്രാവൽ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 മണിക്കൂറോളം യാത്രയുണ്ട് നോർത്ത് സൈഡായിട്ടുള്ള ഗോവയിലെ വഗേറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു ട്രെയിൻ നമ്മുടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ബസ് പിടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഏതൊക്കെ ബസ് കയറണം, എങ്ങനെയാണ് പോകേണ്ടതെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് ഏതൊക്കെ ബസ് കയറിയിട്ടാണ് വഗേറ്ററിൽ എത്തുക എന്നുള്ളത് ചോദിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. എനിക്ക് തോന്നുന്നു മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിവീം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ വളരെ അടുത്താണ് ഈ നോർത്ത് സൈഡായിട്ടുള്ള വഗേറ്റർ, അഞ്ജുന ബീച്ചൊക്കെ. പക്ഷേ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് പോകാനായിട്ടുള്ള പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ഒന്ന് ആ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ഷോ കാണാനായിട്ട് വരുന്ന സമയത്ത്, ഡോഗ് ഷോ ശനിയാഴ്ച ഞായറാഴ്ചയാണ്, തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ട്രെയിനിൽ വേണം വരാൻ. ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ നിന്നുള്ള ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കദംബ എന്ന് പറയുന്ന ബസ് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. അവിടെ ഇറങ്ങിയിട്ട് വേണം അടുത്ത ബസ് പിടിക്കാനായിട്ട്. അതിനുള്ള ബസ് വന്നിട്ടുണ്ട്. ചെറിയ ബസ്സുകളാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ കൂട്ട് അത്രയും വലിയ ബസ്സുകളൊന്നുമല്ല. 20 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് ഈ ഒരു ബസ് സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട്, കദംബ ബസ് സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് വാങ്ങിച്ചത്. ഇവിടുന്ന് നേരെ അടുത്ത ബസ് പിടിച്ചിട്ട് പാഞ്ചി, നമ്മൾ പനാജി എന്നാണ് പറയുന്നത്, പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ പാഞ്ചി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ബസ് സ്റ്റേഷനിൽ ഇറങ്ങി എന്നിട്ട് ഇവിടുന്ന് അടുത്ത ബസ്സിൽ പാഞ്ചി എന്ന് പറയുന്ന ബസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 45 രൂപയുടെ ടിക്കറ്റാണ്. ഒരു ഷട്ടിൽ സർവീസാണ്, കദംബ പാഞ്ചി ഷട്ടിൽ സർവീസിലാണ്. അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് അടുത്ത ബസ് സ്റ്റേഷനായ നമ്മുടെ മപ്സയിലേക്ക് ബസ് കയറണം. 8:30 കഴിഞ്ഞപ്പോൾ നമ്മൾ മഡ്ഗാവിൽ എത്തിയതാണ്. ഇപ്പോൾ ചെറിയ വിശപ്പും പുറത്ത് ചൂടും ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 10:30 ഇനി ഇവിടുന്ന് നേരെ മപ്സയിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഏകദേശം 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മപ്സ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്നാണ് നമുക്ക് ഫൈനൽ ബസ്, നമുക്ക് വഗേറ്ററിലേക്കുള്ള ഫൈനൽ ബസ് പിടിക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നോക്കണം. കൂടുതലും ബസ് വളരെ ചെറിയ ബസ്സുകളാണ്. നമ്മുടെ നാട്ടിൽ അത്രയും വലിയ ബസ്സുകൾ വളരെ റെയറായിട്ട് ഇവിടെ കാണാനുള്ളൂ. എല്ലാ ബസ് സ്റ്റാൻഡിലും പൊതുവേ എനിക്ക് ഗോവയിൽ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പഴയ മോഡലുകൾ, നമ്മുടെ പഴയ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പഴയ ബസ്സുകളുടെയൊക്കെ മോഡൽ ഇപ്പോഴും ഇവിടെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. കഴിക്കാനായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലൊന്നും കയറുന്നില്ല. കാരണം വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തൊരു മാർക്കറ്റുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡ്രസ്സും അങ്ങനെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം ഉള്ളൊരു വലിയൊരു മാർക്കറ്റ്. അവിടെ കയറി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റൂമിലേക്കും അത് കൊണ്ടുപോകാനുള്ള പ്ലാനിൽ കയറി കുറച്ച് ഏത്തപ്പഴം വാങ്ങി. നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് വാങ്ങിയാൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ബാഗും എല്ലാം ഉള്ളതുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടും ബസ്സിലും ഒക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് 50 രൂപയ്ക്ക് കുറച്ച് വാങ്ങി. ഇപ്പം കുറച്ച് കഴിക്കുകയും വേണം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും കഴിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്കറ്റൊക്കെ കുറച്ചൊന്ന് നടന്ന് കണ്ടിട്ട് കൊള്ളാം, ആ ഒരു വൈബ് കൊള്ളാം. ഒരുപാട് ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാരും എല്ലാം ഇവിടെ സാധനങ്ങൾ വാങ്ങാനും കാണാനും ഒക്കെ ഈ ഒരു മാർക്കറ്റിൽ വരുന്നുണ്ട്. അവിടുന്ന് ഏത്തപ്പഴമൊക്കെ വാങ്ങി ഇനി നമ്മുടെ ബസ് പിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ്. നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 11:30 ബസ് വരാൻ തന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മുടെ ഫൈനൽ വഗേറ്ററിലേക്കുള്ള ബസ് എന്തായാലും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ കാത്തു നിന്നിട്ടുണ്ടാകും. ഇനി ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മുടെ പ്ലാൻ ചെയ്തേക്കുന്ന നമ്മുടെ നോർത്ത് സൈഡിലുള്ള വഗേറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അവിടെയാണ് നമ്മുടെ ഹോസ്റ്റൽ സ്റ്റേ ഉള്ളത്. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് ബസ് ഏകദേശം എടുത്തു. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ടെന്നാണ് നമ്മുടെ വഗേറ്ററിലേക്ക് നമ്മുടെ കണ്ടക്ടർ പുള്ളി പറഞ്ഞത്. നമ്മുടെ വഗേറ്റർ എത്തി. അഞ്ജുന ബീച്ച് വഴിയാണ് വഗേറ്ററിലേക്ക് പോകുന്നത് ഈ ഒരു ബസ്. ഈ വഴി നേരെ പോകുന്നത് അഞ്ജുന ബീച്ചിലേക്കാണ്. നാളെ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വഗേറ്റർ ബീച്ചൊക്കെ ഒന്ന് പോയിട്ട് നാളെ ഇങ്ങോട്ടേക്കൊന്ന് വരണം. അവിടുന്ന് ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വഗേറ്റർ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ നമ്മുടെ ഹോസ്റ്റലിലേക്ക്. വന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം ഡോഗ്സിന് പകരമായിട്ട് നമ്മുടെ അടുത്ത് ആദ്യം ഓടി വന്നത് ഇതേപോലുള്ള 1-2 പശുക്കളാണ്. ഈ വഴിയിലെല്ലാം പശുക്കളെ കാണാനുണ്ട്. നമ്മുടെ ഏത്തപ്പഴം കയ്യിലിരിക്കുന്നത് കൊണ്ടായിരിക്കും അത് കണ്ടിട്ട് ഓടി വന്നത്. പിന്നെ നമ്മുടെ വർക്കലയിലേക്ക് പോകുന്നത് പോലൊക്കെ തന്നെയുള്ള ആ ഒരു ഫീലും ആ ഒരു ഷോപ്പുകളും ഒക്കെയാണ് പോകുന്ന വഴിയിലെല്ലാം. നേരത്തെ പറഞ്ഞ പോലെ അവിടെ പശുക്കളെ കണ്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ പശുക്കളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു. ഒരെണ്ണം ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഏത്തപ്പഴം വാങ്ങിയതിനകത്തുനിന്ന് ഒരെണ്ണം ഞാൻ അവർക്ക് കൊടുത്തു. നേരത്തെ കണ്ട ആൾക്കും കൊടുത്തു. പിന്നെ കുറച്ച് കഴിച്ച പഴത്തിൻ്റെ തന്നെ തൊലി ഉണ്ടായിരുന്നു, അതെല്ലാം അവർക്ക് കൊടുത്തു. അങ്ങനെ
നേരെ നടന്ന് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ കുറേ കുരങ്ങന്മാരൊക്കെ, ഒരു വെറൈറ്റി കുരങ്ങന്മാരൊക്കെ അതിൻ്റെ സൈഡിലേക്കൊക്കെ ഓടി നടക്കുന്നുണ്ട്. കുറച്ച് വൈബുള്ളൊരു സ്ഥലമാണെന്ന് നമുക്ക് അന്നേരം കണ്ടപ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ തന്നെ നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നേരെ റിസപ്ഷനിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളൊരു 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ ആ വഴിയിൽ കണ്ട കുരങ്ങന്മാരെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ എല്ലാം ചാടി ഓടി നടക്കുന്നുണ്ട്. കൊള്ളാം, മൊത്തത്തിലുള്ള വൈബ് അടിപൊളി. അങ്ങനെ കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് ചെയ്തിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്റ്റലിലുള്ള വരുമ്പോൾ ആ ഒരു ഹോസ്റ്റലിലെ സെറ്റപ്പേ അതാണല്ലോ. ഹോസ്റ്റലിലുള്ള 2-3 ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നേരെ വഗേറ്റർ ബീച്ചിലേക്ക് സൺസെറ്റും ഒക്കെ കാണാനായിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി, നല്ല ക്ലൈമറ്റ്, നല്ല തിരക്കൊന്നും ഇല്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള ബീച്ച്. വൈബ് മൊത്തത്തിൽ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹാപ്പിയായി. ഹോസ്റ്റലിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന് കണ്ട് പരിചയപ്പെട്ട 3-4 പേരുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയത്. ഞങ്ങളെല്ലാവരും ആ ഒരു സൺസെറ്റ് വ്യൂ എൻജോയ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. സ്വീഡനിൽ നിന്നും പോളണ്ടിൽ നിന്നും ഡൽഹിയിൽ നിന്നും നാഗാലാൻഡിൽ നിന്നും ഒക്കെ വന്ന ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ അവരോടൊപ്പം താഴെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ വരെ ഒന്ന് പോകണം, അവിടുത്തെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് ഒന്ന് കയറാൻ ഇറങ്ങി. കൊള്ളാം, മുകളിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല കിടിലം വ്യൂ. അതാണല്ലോ ഒരു ക്ലിഫിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. താഴെ നല്ല ബീച്ചും അതുപോലെ തന്നെ ആ ഒരു മലയും ആ ഒരു പുല്ലൊക്കെ ഉണങ്ങിയതിൻ്റെ ആ ഒരു ഭംഗിയും, അപ്പുറത്തുമൊക്കെ കടലും, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തും ഒരു ലേക്കും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്തായാലും അടിപൊളിയായിരുന്നു. കയറി വന്ന വഴി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങുന്ന വഴി വേണമെങ്കിൽ നമുക്ക് വന്ന വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങാം. പക്ഷേ വേറൊരു ചെറിയൊരു റിസ്ക്കി ആയിട്ടുള്ള ചെറിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ചെറിയൊരു വഴിയും കൂടെ ഉണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ ആ ഒരു വഴിയാണ് ചൂസ് ചെയ്തത്. കാര്യം മുകളിൽ നിന്ന് കയറുന്ന സമയത്ത് കുറച്ച് പേര് ഈ വഴി ഇറങ്ങി വരുന്ന കണ്ടായിരുന്നു. എന്തായാലും അതൊന്ന് ഇറങ്ങി നോക്കാമെന്നുള്ള രീതിയിൽ ചെന്നപ്പോഴത്തേക്ക് ഇച്ചിരി പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവർ 2 പേരും ആദ്യം ഇറങ്ങി. ചെറിയൊരു റോപ്പും ഒക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. എന്നാലും ആ റോപ്പിൽ പിടിച്ച് ഇറങ്ങുന്നത് ഒരു ഇച്ചിരി റിസ്ക്കിയാണ്. താഴോട്ട് വീണാൽ കൈയും കാലും ഒക്കെ പൊട്ടുകയും മുറിയുകയും ഒടിയുകയൊക്കെ ചെയ്യാനായിട്ടുള്ള അത്രയധികം ഹൈറ്റ് ഉണ്ട്. അങ്ങനെ താഴെ ഇറങ്ങി. ആ ഒരു സൺസെറ്റിൻ്റെയൊക്കെ സമയമായി. ആ ഒരു തിരക്കില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് കാം ആൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൊരു സ്പോട്ട് തന്നെയാണ് ആ ഒരു വഗേറ്റർ ബീച്ചിൽ. അപ്പുറത്തെ സൈഡിൽ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. കുറച്ച് നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ബീച്ചിൻ്റെ വ്യൂ ഉള്ളത്. അവിടെ കൈറ്റ് സർഫിങ്ങിനായിട്ട് ഒരു ജർമ്മനി എന്നുള്ളൊരു പുള്ളിയാണ്, അതിനുള്ള പ്രിപ്പറേഷനിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് 26 വർഷമായിട്ട് പുള്ളി ഈ ഒരു കൈറ്റ് സർഫിങ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും, അതായത് വർഷത്തിൽ പലപ്പോഴായിട്ട് പുള്ളി ഇങ്ങനെ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗോവയിലേക്ക് വരാനുണ്ട്. ഇത് പുള്ളി കൊണ്ടുപോകാറില്ല, ഇവിടെ എവിടെയോ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പുള്ളി ഇത് വന്ന് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, കൈറ്റ് സർഫിങ്. പുള്ളിയുടെ ആ ഒരു ഇത് സെറ്റപ്പ് ചെയ്യുന്നതും എങ്ങനെയാണെന്നൊക്കെയുള്ള ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. പുള്ളി അത് സെറ്റപ്പ് ചെയ്ത് പുള്ളി സർഫിങ്ങിനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ഒരു കാര്യം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ബീച്ച് വ്യൂവും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മൊത്തത്തിലുള്ളൊരു ഗോവയുടെ ഒരു വൈബ് തന്നെ നമുക്ക് കുറച്ചെങ്കിലും കിട്ടിയെന്ന് വേണം പറയാൻ. ഇതൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഓടി നടന്ന് കുറേ സ്ഥലങ്ങൾ തിരക്ക് പിടിച്ച് കാണുന്ന പ്ലാനിലല്ല വന്നിട്ടുള്ളത്. ഇതേപോലെ കുറച്ച് റിലാക്സ് ചെയ്ത് പറ്റുന്ന അഞ്ജന ബീച്ചും ഈ വഗേറ്റർ ബീച്ചിലൊക്കെ പോയി ഒന്ന് സൺസെറ്റും ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു റിലാക്സ് ചെയ്തിട്ടുള്ളൊരു 2 ദിവസത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, ഡോഗ് ഷോയ്ക്ക് മുന്നേ ആയിട്ടുള്ളത്. ഇവിടുന്ന് ആ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡോഗ് ഷോ കാണാനായിട്ട് പോകാൻ. പിന്നെ എവിടെ പോയാലും നമുക്ക് ഇതേപോലൊരു ഫ്രണ്ട്സിനെ കിട്ടാനായിട്ടും അവരെ ഫ്രണ്ട്സ് ആക്കാനായിട്ടൊന്നും നമുക്ക് അധികം സമയം വേണ്ടി വരാറില്ല. അങ്ങനെയും കുറച്ച് പേരെ പരിചയപ്പെട്ടു. സൺസെറ്റും ഒക്കെ കണ്ട് ആ ഒരു ചെറിയ ട്രക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി. ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റിലെ വൈബ് എന്ന് പറയുന്നത്. ഇനി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം, അത്യാവശ്യം ടയേർഡാണ്. ആ ഒരു ബസ്സൊക്കെ കയറിയിട്ടുള്ള യാത്ര കാരണമായിരിക്കും. ഒരുപാട് പാർട്ടിയും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടല്ല നമ്മുടെ ഗോവയിൽ ഞാൻ വന്നിട്ടുള്ളത്. ആ ഡോഗ് ഷോയും കാണണം, ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നടന്നു പോകാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വഗേറ്റർ ബീച്ചിലേക്ക്. ആ ഒരു സൺസെറ്റും ഒക്കെ കണ്ട് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ ഡേ 2 വിശേഷങ്ങളൊക്കെ നമുക്ക് എന്താണ് നാളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.